ഹലോ. അപ്പൊ ഇന്നൊരു മടി പിടിച്ച ദിവസം കേട്ടോ, നല്ല മഴ. നല്ല അപ്പൊ മഴ പറഞ്ഞു നല്ല ഇരുട്ടുത്തിട്ടുള്ള മഴ. അപ്പൊ നമുക്ക് ഇങ്ങനെ മൂടി പുഴച്ച് കിടക്കാൻ തോന്നും. അപ്പൊ നേരം ഇപ്പൊ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഒരു ടൈം ഒന്നുമല്ല, ഒരു 12 മണിയായി. അപ്പോഴാണ് എന്താണ് ഉണ്ടാക്കാന്ന് ഉച്ചയ്ക്ക് എന്നുള്ള ആലോചിച്ചിരിക്കുമ്പോ ഒരു പൊതിച്ചോറ് കഴിക്കണം എന്ന് തോന്നിട്ടോ. അപ്പൊ പൊതിച്ചോറിന് അങ്ങനെ മത്സ്യമോ അങ്ങനെ മീനോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എന്റെ കയ്യില് 2 പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. ഒന്ന് നമ്മളെ കടച്ചക്ക. ഇത് കുറച്ച് ദിവസം 2-3 ദിവസമായി മേടിച്ചിട്ട് അതിങ്ങനെ മടി പിടിച്ച് ഉണ്ടാക്കാതെ ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മള് ഇപ്പൊ ഇവിടെയൊക്കെ നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റല്ല, എല്ലാം എന്താണ് പച്ചക്കറി കടയിലും കിട്ടുന്ന ഒരു സാധനമാണ്. പണ്ട് നമ്മൾ ഇവിടെ ഇതിങ്ങനെ കണ്ടിരുന്നില്ല, പീച്ചിങ്ങ. ഇനിയിപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ ഇതുകൊണ്ടൊരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കടച്ചക്ക കൊണ്ട് ഞാൻ മസാലക്കറി കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഒരു സിമ്പിൾ എന്താ പറയാ, ഒരു തട്ടിക്കൂട്ട്, എന്താ പൊതിച്ചോറ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി നമ്മളെ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പൊതിച്ചോറാണ്. അപ്പോ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ കടച്ചക്ക മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കടച്ചക്ക ആദ്യം തോലൊക്കെ കളയട്ടെ. ഈ കടച്ചക്ക കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാം കേട്ടോ. ചക്ക വറുക്കുന്ന മാതിരി വറുക്കാം, ബജ്ജി ഉണ്ടാക്കാം, ഇഷ്ടമുണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അതില് കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടിട്ടുള്ള ഇഷ്ടമാണ് ഉണ്ടാക്കേണ്ടത്. അത് ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ ഈ ഇഷ്ടു. പിന്നെ നമുക്ക് ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. അങ്ങനെ കുറെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ഇത്. ഇറച്ചിക്കറി മാതിരി നമുക്ക് മസാലക്കറി. അപ്പൊ ഇത് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോ മേടിച്ച കാരണം അത്ര ഫ്രഷ് അല്ല. അതെ, ഒരുപാടുണ്ടാവും. പിന്നെ എന്താ പറയുക, ഇത് അങ്ങനെ വീട്ടുവളപ്പില് വെക്കില്ല. എന്താ വെച്ചാൽ ഇതിന്റെ വേര് ഭയങ്കര ആയിട്ട് ദൂരത്തേക്ക് വരും. അതെ, അവിടെ ഉണ്ടായിരുന്നു പൊന്നാനിണ്ടായിരുന്നു ഇഷ്ടം പോലെ. വെട്ടിപ്പോ നല്ല ഉണ്ടാവുന്നില്ലേ. അതെ, അവനെ വെച്ചുപിടിപ്പിക്കാത്ത കാരണം ഭയങ്കര വേദന. തെങ്ങൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നാശവും. ഇത് ഞാനിങ്ങനെ നമ്മള് ഓലനെ അരിയുന്ന മാതിരി കേട്ടോ അരിയുന്നത്. ഈ കഷ്ണത്തിലേക്ക് ഞാൻ ഒരു സവാള കീറിയിടുന്നുണ്ട് കേട്ടോ. സവാള ഇട്ടാൽ ഒരു പ്രത്യേക ഒരു സ്വാദാണ്. കുറച്ച് വെള്ളം വരുന്നുണ്ട്, ഈ കഷ്ണം വേവാനനുസരിച്ചിട്ടുള്ള വെള്ളം. കുറച്ച് ഉപ്പിടുന്നുണ്ട്, കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് നന്നായി വേവിക്കുക. 1/4 സ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. രണ്ട് 3 വിസിൽ വരുമ്പോഴേക്കും നന്നായി വേവ് കിട്ടോ. അപ്പോഴേക്കും നമുക്ക് മസാല വറുക്കാം. നമ്മള് സാധാ മസാല തന്നെ. അപ്പൊ അതൊന്ന് വറക്കട്ടെ കേട്ടോ. ഈ മസാല വറക്കാട്ടോ. അതിൽ കുറച്ച് എണ്ണ വരുന്നുണ്ട്. ഞാൻ കുറച്ച് നാളികേരം ഞാനിങ്ങനെ ഒരു 2 നാളികേരൊക്കെ ഇങ്ങനെ ചെരുകി വെക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പം. ഇത് കാമുറി നാളികേരല്ലേ. അതെ, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് ഇതില്. ഇതൊന്ന് നന്നായി വറക്കണം. കടച്ചക്ക കുറച്ച് ഗ്യാസ് ഉണ്ടാക്കുന്ന ചിലവർക്ക് കേട്ടോ കടച്ചക്ക തീരെ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടിക്കുന്നത്, ഗ്യാസ് ഉള്ളവർക്ക് പ്രശ്നം വരണ്ടാച്ചിട്ട്. ഇന്നലെ തുടങ്ങിയതാട്ടോ മഴ. 10 മിനിറ്റ് ഗ്യാപ്പിൽ ഇങ്ങനെ ഒരു 5 മിനിറ്റ് പോയി. എപ്പോഴേ ഇരുത്തന്നെയാ. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 3/4 സ്പൂണ് മുളക് പൊടി ഇട്ടോ. സാധാ മുളക്. ഇതിങ്ങനെ വല്ലാതെ ചുവക്കനെ വറക്കണമെന്നില്ലേ, നന്നായിട്ടൊന്ന് വന്നാ മതി. ഇത് ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ഒന്ന് നന്നായി അരക്കട്ടെ. കഷ്ണം വെന്തോ നോക്കട്ടെ. നന്നായി വെന്തു. ഇനി നമുക്ക് ഈ മസാല ഇതിലേക്ക് പാരാം.
ഇത് വല്ലാതെ വെള്ളത്തോടെ വെക്കരുത് കേട്ടോ. ഒരു എന്താ പറയാ, അധികം വെള്ളം പാടില്ല, കുറച്ച് കൊഴുക്കനെ വെക്കണം. സാമ്പാറാവും. ആ അതെ. ഉപ്പ് നോക്കട്ടെ, കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ച്. ഒരു മണത്തിനും ഒരു ഇറച്ചിയുടെ ഒരു സ്വാദും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാട്ടോ അത് ഇടുന്നത്. കടച്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടണം ഉള്ളി. അപ്പൊ ഇനി ഉള്ളി വറുത്തിടട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ 2 സ്പൂണ് പാരുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് കുറച്ച് നല്ലത്. ഞാൻ പക്ഷെ ഇപ്പൊ ഇന്ന് ഇവിടെ ചെറിയ ഉള്ളി കാണാനില്ല. അപ്പൊ കുറച്ച് ഉള്ളി, വലിയ ഉള്ളി ചെറുതാക്കി നുറുക്കി, അതാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. ഇതിൽ കരിവേപ്പിന്റെ ഇലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഷൂട്ട് ചെയ്യുമ്പോ ശരിയായില്ല. ഉള്ളി ഒരുവിധം നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതിൽ വെള്ളം കൂടിയെന്ന് വിചാരിക്കുക നമ്മള് ഈ കറിയില്. അപ്പൊ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ചീനച്ചട്ടി ഒക്കെ ആണെങ്കിൽ ഈ ഉള്ളി വറുത്തേക്ക് ഇതങ്ങോട്ട് വാർന്നാൽ മതി. അപ്പൊ ഇതിപ്പോ വെള്ളം കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്ക് വെള്ളം വറ്റും. ഇപ്പൊ ഇത് കറക്റ്റായി. ഇപ്പൊ ഇതില് നമ്മള് ഗരം മസാല ഒക്കെ ഇട്ട കാരണേ ഒരു ഇറച്ചിയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ കൂട്ടാൻ റെഡി ആയിട്ടോ. അപ്പൊ ഇത് ഓഫ് ചെയ്യാണ്. കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാട്ടോ. എന്റെ ഈ പച്ച കളറ് മുഴുവൻ കളയണേ. ബോംബെയിലൊക്കെ ഇത് സബ്ജി അങ്ങനെ ഇതെല്ലാം അങ്ങനെ വൃത്തിയാക്കിട്ടോ. ഇനി ഇത് ചെറുതാക്കിയിട്ട് ഇതിലൊന്നും കളയാല്ല കണ്ടോ. ഉള്ളില് ഒന്നും പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മള് മേല് തേക്കുന്നതും പീച്ചിങ്ങ തന്നെ പറയാ. അതിനിപ്പോ ഹിന്ദിയില് എന്താണാവോ പേര്. എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനൊരു 5-8 ചുള വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയത് ആദ്യം തന്നിട്ടേ. വെളുത്തുള്ളി ഒന്ന് മൂക്കട്ടെ കേട്ടോ. അതിലേക്ക് ഞാനൊരു ചെറിയ സവാള അരിഞ്ഞത് അത് ഇടുന്നുണ്ട്. ഒന്ന് നന്നായി വാടട്ടെ. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഞാനൊരു തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ, ചെറുതാക്കി അരിഞ്ഞത്. ഇതൊന്ന് നന്നായി പേസ്റ്റ് മാതിരി ആവട്ടെ കേട്ടോ. എനിക്ക് 2 കരിവേപ്പിന്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. തക്കാളി എല്ലാം നന്നായി വെന്തുട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ഇടണേ. അപ്പൊ ഞാൻ തീയൊന്ന് ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് ജീരകപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 1/2 സ്പൂണ് കുരുമുളക്, കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉപ്പ് വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ച് ഉപ്പിടുന്നത്. ഇനി അതിലേക്ക് ഈ കഴുകി വെച്ച കഷ്ണം ഇടണേ. ചപ്പാത്തി കൂട്ടി കഴിക്കാം. ചപ്പാത്തിക്ക് നല്ല സ്വാദാ. ഇതൊന്ന് നന്നായി വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് മൂടി വെക്കട്ടെ കേട്ടോ. എന്നിട്ട് സിമ്മിൽ കിടന്നൊന്ന് വേവട്ടെ. ഇപ്പൊ ഉപ്പേരി റെഡിയായി. ഇതിങ്ങനെ വല്ലാതെ ഇങ്ങനെ എന്താ പറയാ ഡ്രൈ ആയിട്ടുണ്ടാവില്ല കേട്ടോ. ഇത് കുറച്ചൊരു വെള്ളം മാതിരിയാണ് ഈ എന്താണ് പീച്ചിങ്ങ. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഡ്രൈ ആവില്ല. അപ്പൊ ഇത് ഓഫ് ചെയ്യട്ടെ കേട്ടോ. ഓംലെറ്റ് ആണ് കേട്ടോ. നമുക്ക് പൊതിച്ചോറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഓംലെറ്റ്. അപ്പൊ ഓംലെറ്റും കൂടി ഉണ്ടാക്കട്ടെ. അതെ, ഓംലെറ്റ് പിന്നെ ഇപ്പൊ അത് സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ട് ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുണ്ടല്ലോ.
ഇനി ഇല ഒന്ന് വാട്ടണം കേട്ടോ. അപ്പൊ ഒന്ന് വാട്ടട്ടെ ഇല. അപ്പൊ ഇലയൊക്കെ വാട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാം. പാക്ക് ചെയ്യാം. ആ ചൂടുള്ള ചോറ് വേണം. ചൂടുള്ള ചോറ് തന്നെ. ഉപ്പേരി ഒരു സൈഡിൽ വെച്ചു. ഇനി നമുക്ക് കോഴിമുട്ട, ഇനി ഇത് അന്ന് ഉണ്ടാക്കിയ അച്ചാറാട്ടോ. ഇങ്ങനെയായി. നാരങ്ങ അച്ചാറ് ഉണ്ടോ? അങ്ങനെ നന്നായി പിടിച്ചിട്ടുണ്ട് എല്ലാം. അത് നല്ല മയും വന്നു കേട്ടോ. പിന്നെ അതിന്നൊരു കഷ്ണം നമ്മൾ കൂട്ടാൻ എന്താ വെച്ചാൽ പുളിയില്ലല്ലോ, അപ്പോൾ പുളിയുള്ള അച്ചാറാണ്. അച്ചാറ് പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി. ഇതെല്ലാം കേട്ടോ ഇന്നത്തെ എൻ്റെ വിഭവം. അപ്പൊ ഇത് സിമ്പിളാണ്, പക്ഷെ നമുക്ക് ഓരോ ടൈപ്പിലും ഉണ്ടാക്കാലോ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പച്ചക്കറി വെച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ ഇതിന് പാക്ക് ചെയ്യട്ടെ. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയി വരണം. അതെ, എന്നാലാണ് അതിന്റെ ടേസ്റ്റ്. ഇനി ഇത് വാഴയുടെ നാരട്ടോ. അത് നമ്മളെ വാഴയുടെ ഈ ഇലയുടെ ഈ സൈഡിലില്ലേ, അതാണ് ഇതിൽ. ഇതുകൊണ്ട് ഒന്ന് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പൊ പൊതിച്ചോറ് റെഡി ആയിട്ടോ. ഇനി മറ്റേ ഇലയിലും കൂടി ആക്കട്ടെ. അപ്പൊ പൊതിച്ചോറ് റെഡി ആയിട്ടോ. ഇനി ഇതൊന്ന് കഴിക്കണം അല്ലേ? അതെ. അപ്പൊ ഇത് തുറന്നാല് എല്ലാം മിക്സ് ആയി അങ്ങനെ ഇലയിൽ വിളമ്പി കഴിച്ചാൽ മതി. പിന്നെ ഇലയുടെ ചൂടായ ചോറ് ഈ ഇലയിൽ പാരുമ്പോ നമുക്കൊരു പ്രത്യേക ഒരു സ്വാദല്ലേ. ഇത് മിക്സ് ആയി കഴിക്കുമ്പോ അതാണ് ഈ പൊതിച്ചോറ് കൊണ്ടുള്ള ഉദ്ദേശം. എല്ലാം കൂടി മിക്സ് ആയി കഴിക്കുക എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് ഈ ചട്ടിച്ചോറ് പറയണതും. അതെ, അത് ചട്ടിയിലാക്കുന്നു മാത്രം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ഇനി കഴിക്കട്ടെ കേട്ടോ. ഇന്നത്തെ പൊതിച്ചോറൊന്ന് നോക്കാം. അതെ, ഇന്നത്തെ ലഞ്ച്. കുറെ കാലം ഇത് കഴിച്ചിട്ട്. എല്ലാം കൂടി മിക്സ് ആയി. മിക്സ് ആവണം. ഇതൊന്നിങ്ങനെ തണുത്തു. പപ്പടം ശീലമാതിരിയായി. ഇതിലാണ്ട് കൂട്ടി അച്ചറയുടെ അച്ചാർ അടിപൊളി കേട്ടോ. അച്ചാറ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഈ കൂട്ടാൻ നമുക്ക് പുളിയില്ലാത്ത കൂട്ടാനാ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാരങ്ങ തന്നെ എടുത്തത്. മറ്റേത് കടുമാങ്ങ ഇടാം, പക്ഷെ നാരങ്ങ ആകുമ്പോഴാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. ഇനി വേണമെങ്കിൽ ഇതില് ഒരു മീൻ പീസ് അല്ലെങ്കിൽ ചിക്കൻ പീസ്. അതെ, അപ്പൊ അത് വേറെ ഇതായി എല്ലാം വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം. പക്ഷെ എനിക്കിഷ്ടം കുറെ വിഭവങ്ങൾ ഉള്ളതിനേക്കാളും നല്ലത് കുറച്ച് കൂട്ടാനും കൂടി വേണമെന്നില്ല. കുറച്ചൊരു ഉപ്പേരിയും ഒരു സമ്മന്തിയും ഒരു എന്താ പറയാ ഓംലെറ്റ്, അതൊക്കെയാണ് നമ്മൾ പണ്ട് സ്കൂളിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഒരു പുതിയൊരു ഇതെന്ന് മാത്രം. നമ്മള് ബാംഗ്ലൂരിൽ ഉണ്ടാക്കി കൊടുത്തിരുന്നില്ലേ? ഞങ്ങള് ബാംഗ്ലൂരിലെ അങ്ങനെ ചെയ്യുമ്പോ ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതെ, ഇപ്പോഴും ആൾക്കാർ പറയും ആന്റി എന്താ ഉണ്ടാക്കാത്തത്. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ അവിടെ നിൽക്കുന്നില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അതെ, സിമ്പിൾ പൊതിച്ചോറാണ്. ഇതിലൊരു എന്താ പറയാ, ഒരു ഹെവി ആയിട്ടൊന്നുമില്ല. ഒരു നമ്മളെന്താ വീട്ടിലുള്ള പച്ചക്കറി വെച്ചാൽ അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പൊതിച്ചോറ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം. ഓക്കെ, ബൈ.